കപ്പളങ്ങ ഉപയോഗിച്ചിട്ട് ഒരു ഹലുവയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ കപ്പളങ്ങയാണ്. ഇത് മരത്തിൻ്റെ കുറച്ച് മുകളിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് താഴെ ചാടിയപ്പോൾ ആകെ നളിഞ്ഞ പോലെ ആയിട്ടുണ്ട് പൊട്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ മുറിച്ച് കൊടുത്താൽ ആരും കഴിക്കില്ല. ആർക്കും ഇങ്ങനെ അളിഞ്ഞു കഴിഞ്ഞാൽ തിന്നാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് 2 കപ്പ് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ ആ കട്ടയൊന്നും ആവാതെ നമ്മളൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് യോജിച്ചതിന് ശേഷം പിന്നെ 1 കപ്പ് കസ്റ്റാർഡ് പൗഡറും ചേർത്ത് കൊടുക്കണ്ടേ. കസ്റ്റാർഡ് പൗഡറും ഇതേപോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് 250 ml കപ്പാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 കപ്പ് പാലാണ് കേട്ടോ. പാലും ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മളിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇത് നമ്മൾ നന്നായി ഒന്ന് കുറുക്കിയെടുക്കുകയാണ്. ഇത് ഞാനിങ്ങനെ ഒരു 20 മിനിറ്റോളമൊക്കെ കുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി കുറുകി വരുമ്പോൾ 2 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഞാനൊരു 4-5 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു കേക്ക് ടിന്നിൻ്റെ ഇത് സെറ്റ് ചെയ്യുക ചെയ്യണത്. ഇതിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഭംഗിക്ക് കുറച്ച് ചെറീസും മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെറീസൊക്കെ വെച്ച് സെറ്റാക്കിയതാണ്. പിന്നെ അവർ നന്നായി കഴിച്ചിട്ടുമുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.